ഹായ് ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് പുതിയ വീഡിയോയുമായിട്ട് ഞാൻ വന്നിട്ടുണ്ട്. ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത് ഞങ്ങൾ വള്ളിക്കീഴിലോട്ട് പോവുക കേട്ടോ. ഞാൻ സൈചേട്ടനും കൂടെ 2 വീലറിലാണ് പോകുന്നത്. കാരണം ചിക്കു വന്നിട്ടില്ല. അപ്പോൾ ചിക്കു നാളെ വരുന്നോളെന്ന് പറഞ്ഞ് അതുകൊണ്ട് ഞങ്ങൾ 2 വീലറിൽ പോവുക. അപ്പോൾ ആങ്ങളെയും വൈഫും മക്കളും ഒക്കെ അവിടെ ഉണ്ട്. ഇപ്പോൾ ഞാൻ ജോലിക്കൊന്നും പോവാത്തത് കൊണ്ട് എനിക്ക് എവിടെ വേണമെങ്കിലും പോവാം. ഓണത്തിന് അവരില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും അവർ ഓണക്കോടി തരുക കേട്ടോ, നേരത്തെ കൂട്ടി. അപ്പം ഇത് ആങ്ങളയുടെ മക്കളാണ് കേട്ടോ, മോനും മോളും. അപ്പോൾ ആദ്യം അമ്മൂമ്മയ്ക്ക് ഓണക്കോടി കൊടുക്കുക. അത് കഴിഞ്ഞ് ദാണ്ട കേശുക്കുട്ടന് ഓണക്കോടിയുണ്ട്, കളിപ്പാട്ടമുണ്ട്. അങ്ങനെ കേശുക്കുട്ടന് കൊടുക്കുക. എല്ലാവർക്കും അവർ ഓണക്കോടി മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞങ്ങൾക്ക് എല്ലാവർക്കും തരുക. അതൊരു ഭയങ്കര സന്തോഷമാണ് കേട്ടോ. സൈചേട്ടനായത് കേട്ടോ. അപ്പം അമ്മയെ കൊണ്ടാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും തരിയിക്കുന്നത്. അങ്ങനെ അമ്മയുടെ കൈ കൊണ്ട് എല്ലാവർക്കും ഓണക്കോടി ആങ്ങളെ തെരിയിപ്പിച്ച് അത് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാവരും അമ്മയുടെ അനുഗ്രഹമൊക്കെ മേടിച്ച്. നമുക്കൊക്കെ ഇഷ്ടം പോലെ ഡ്രസ്സുണ്ട്, എന്നാലും നമുക്കിങ്ങനെ ഒരു ഗിഫ്റ്റ് കിട്ടുന്നത് നമുക്ക് വലിയൊരു കാര്യമാണ്. നമുക്ക് ഭയങ്കര സന്തോഷവും ഒക്കെയാണ്. കുടുംബത്തിലെ എല്ലാവരും കൂടെ ഒന്ന് ഒത്തുചേരുമ്പോഴാണ് ആ കുടുംബത്തിലെ യഥാർത്ഥ സന്തോഷം നമ്മൾ അറിയുന്നത്. നമുക്ക് ഈ കിട്ടുന്ന ഓണക്കോടിയും നമ്മളെല്ലാവരും കൂടി ഒത്തുകൂടിയുള്ള ആ ഒരു നിമിഷവും ഒക്കെ പിന്നീട് അതൊക്കെ ഒരു ഓർമ്മകളാണ്. നമുക്ക് ഭയങ്കര കാണുമ്പോൾ വീണ്ടും നമ്മൾ ഈ വീഡിയോ എടുത്തു വെച്ച് നോക്കുമ്പോൾ നമുക്ക് വല്ലാത്തൊരു സന്തോഷമാണ്. ആ വീടും അവിടെ വളർന്ന രീതികളും ഒക്കെ എല്ലാം നമുക്കൊരു ഓർമ്മകളാവും. പിന്നീട് നമ്മുടെ മക്കളും കൊച്ചുമക്കളും ഒക്കെ അതെടുത്ത് വെച്ച് കാണാൻ പറ്റും. പിറ്റേന്ന് രാവിലെ ഞങ്ങളെല്ലാവരും റെഡിയായി കേട്ടോ. അപ്പം കേശുക്കുട്ടൻ്റെ പേരാണ് ബസ്സിന്. അവർക്ക് സ്വന്തമായിട്ട് ബസ്സുണ്ട്. അപ്പോൾ ആ ബസ് ഇപ്പോൾ വരും. അതിനകത്ത് നമ്മളൊരു ട്രിപ്പ് പോവുക. കേശു എന്നാണ് വണ്ടിയുടെ പേര്. കണ്ട, കേശുവിൻ്റെ അച്ഛനാണ് ഓട്ടിക്കുന്നത്, അതായത് അനിയത്തിയുടെ ഹസ്ബൻഡ്. അപ്പോൾ ഞങ്ങളെല്ലാവരും ബസ്സിൽ കയറിയിട്ട് കേശുക്കുട്ടൻ ഫ്രണ്ടിൽ തന്നെ ഉണ്ട് കേട്ടോ. അപ്പം സ്കൂളിൽ പോകുമ്പോഴും ആ സീറ്റിലാണ് അവനിരിക്കുന്നതെന്നാണ് പറഞ്ഞത്. അച്ഛൻ്റെ തൊട്ടിപ്പുറത്ത് കണ്ട, അച്ഛനും മോനും അപ്പുറം ഇരുന്ന് അച്ഛൻ വണ്ടി ഓട്ടിക്കുന്നു, മോനിപ്പുറം ഇരിക്കുന്നു. ഇതവരെ സ്വന്തം വണ്ടിയാട്ടോ. ഹൈസ്കൂൾ മുക്കിന് വന്നപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്ത് ചിക്കുമോ വരുമെന്ന് പറഞ്ഞ്. അപ്പോൾ ചിക്കുവിന് വെയിറ്റ് ചെയ്ത് ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിൽക്കുമായിരുന്നു. അതാ വന്ന് കേട്ടോ. അപ്പം ചിക്കു ഉളിയക്കോവിലായിരുന്നു. അപ്പം പിറ്റേന്ന് ഇങ്ങനെ പോകുന്നത് കൊണ്ട് ചിക്കു വന്ന്. അപ്പോൾ ഇനി നമുക്ക് വണ്ടി എടുക്കുക. ബസ്സിൽ പാട്ടൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ കേശുക്കുട്ടൻ ഡാൻസ് പഠിക്കുന്നുണ്ടേ. അപ്പോൾ അവൻ അങ്ങോട്ട് ഡാൻസ് തുടങ്ങി. അപ്പം ഞങ്ങളും കൂടി അവൻ്റെ ഒപ്പം ഒന്ന് കൂടി ചെറിയ മൂവ്മെൻ്റൊക്കെ ഇട്ട് ഞങ്ങളും ബസ് അവിടെ ചെല്ലുന്നിടം വരെ ഞങ്ങളും കളിച്ച്. അപ്പോൾ ഇടയ്ക്ക് അമ്മ വഴക്ക് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അതൊന്നും ഞങ്ങൾ നോക്കിയില്ല, ഞങ്ങൾ കളിച്ച്. അങ്ങനെ സാമ്പ്രാണിക്കൊടിയിൽ ചെന്നിട്ട് നമുക്ക് ടിക്കറ്റ് എടുക്കണം. എത്ര ആളുണ്ടോ അത്രയും പേർക്ക് ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ ബോട്ടിൽ കയറിയിട്ട് നമ്മളെ ആ കായലിൻ്റെ നടുക്ക് കൊണ്ട് ഇറക്കുക. അപ്പോൾ അങ്ങനെ ഞങ്ങൾ
ഇഷ്ടംപോലെ ബോട്ട് സർവീസ് ഉണ്ട് കേട്ടോ. അങ്ങോട്ട് ടിക്കറ്റ് എടുത്താൽ മതി, ഇങ്ങോട്ട് നമുക്ക് ടിക്കറ്റ് ഒന്നും വേണ്ട, തിരിച്ച് അവർ തന്നെ ഇവിടെ കൊണ്ടിറക്കും. അങ്ങനെ ഞങ്ങൾ പോവുക കേട്ടോ. വലിയ ബോട്ട് പോകുന്ന അത്ര ആഴമുള്ള കായലാണേ. അപ്പം ഇതിൻ്റെ കുറച്ച് അങ്ങോട്ട് നടുക്ക് ഭാഗം ചെല്ലുമ്പോൾ കരയെന്ന് വെച്ചാൽ നമ്മുടെ മുട്ടിന് താഴത്തുള്ള വെള്ളമേ ഉള്ളൂ. അവിടെയാണ് നമ്മളെ കൊണ്ട് ഇറക്കുന്നത് കേട്ടോ. ആ വള്ളം കണ്ടോ, കൊച്ചു പിള്ളേർ 2 പേരാണ് ആ വള്ളം തുഴഞ്ഞുകൊണ്ട് പോകുന്നത്. ആ പോകുന്ന വള്ളത്തിൽ കണ്ടോ. അവിടെ ഈ വള്ളം പോകുന്ന സൈഡിൽ ആഴക്കുറവാണ്. അതായത് നമ്മുടെ മുട്ടിന് താഴെയുള്ള വെള്ളമേ ഉള്ളൂ. ഉണ്ടോ. നമ്മളവിടെ ചെന്നിട്ട് നമ്മൾ കുറേ സമയം നമ്മൾ അവിടെയൊക്കെ നിന്ന് പിന്നെ ഫോട്ടോയൊക്കെ എടുത്ത് അത് കഴിഞ്ഞിട്ട് നമ്മളവിടുന്ന് ഉപ്പിലിട്ട മാങ്ങയും പൈനാപ്പിളും ഒക്കെ മേടിച്ച് കഴിച്ച് കുറേ സമയം നമ്മളവിടെ സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ അവിടുന്ന് വള്ളത്തിൽ കയറി. ഒരുപാട് വള്ളം അവിടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഒരാൾക്ക് 100 രൂപ വെച്ച് കൊടുത്താൽ നമ്മൾ ആ കുറേ ദൂരം കൊണ്ടുവന്ന് കറങ്ങി കാഴ്ചകളൊക്കെ കാണിച്ചിട്ട് കൊണ്ടുവരും. അങ്ങനെയാണ് പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ വള്ളത്തിൽ കയറി കേട്ടോ. ഇവിടുത്തെ പ്രത്യേകതയെന്ന് വെച്ചാൽ ചുറ്റിനും നല്ല ആഴമുള്ള കായലുണ്ട്. അതിൻ്റെ നടുവിലായിട്ട് കുറേ ഭാഗം കരയായിട്ടുണ്ട്. കുറേ മരങ്ങളും കുറേ കച്ചവടക്കാർ, കുറേ വള്ളങ്ങൾ, ഇങ്ങനെ ജീവിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. വള്ളത്തിൽ ഇതായിട്ടായാലും പിന്നെ ഈ കച്ചവടങ്ങൾ ചെയ്തിട്ട് ജീവിക്കുന്നവരായാലും ഒക്കെ ആ സ്ഥലത്ത് ഇങ്ങനെ സംഭവങ്ങളെല്ലാം ഉണ്ട്. അപ്പം നമ്മൾ അവരുടെ കയ്യിൽ നിന്ന് മാങ്ങയും പൈനാപ്പിളും ഒക്കെ മേടിച്ച് കേട്ടോ. അതൊക്കെ ഒരു രസമാണ് കേട്ടോ. ഉപ്പും മുളക് പൊടിയൊക്കെ ഇട്ട മാങ്ങയും പൈനാപ്പിളും ഒക്കെ മേടിച്ച് ഞങ്ങൾ കഴിച്ചു. എന്നിട്ട് കുറേ നേരമൊക്കെ അവിടെ നിന്നിട്ട് ഞങ്ങൾ വള്ളത്തിൽ കയറി കേട്ടോ. ഇനി വള്ളത്തിലുള്ള കാഴ്ചകൾ കാണാം, അങ്ങോട്ട് പോകുന്ന കാഴ്ചകൾ.
കണ്ടോ, വള്ളത്തിൽ കുറേ ദൂരം നമ്മളിങ്ങനെ വന്നപ്പോൾ അത് അവിടെ ഒരു റിസോർട്ട്സ് പോലെ. കാര്യം ചെറിയ ഫങ്ഷനൊക്കെ നടക്കുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു. എന്തോ കുറേ ആൾക്കാരും ഉണ്ട്. കുറച്ച് സ്ഥലത്തായിട്ട് എന്തോ ഫങ്ഷൻ നടക്കും അവിടെ. നമ്മളീ പോകുന്ന വഴിക്കൊക്കെ കരകളാണ് കേട്ടോ. അതാ ഇതൊക്കെ കരയാണ്, വെള്ളവും അതിൻ്റെ അപ്പുറവും ഇപ്പുറവും ഒക്കെ കര. ഇവിടെ കണ്ടൽക്കാടുകൾ ഉണ്ടോ, എന്ത് രസമുണ്ടെന്ന് നോക്കും. മീനൊക്കെ ചാടുന്നു ഈ കരയിൽ, മീനൊക്കെ ചാടി കളിക്കുന്നു. ഒരുപാട് നല്ല രസമുണ്ട് ഇതിൻ്റെ, നല്ല രസമുണ്ട്. സാമ്പ്രാണിക്കൊടിയിൽ പോകുന്നവർ ശരിക്കും അവിടെ പോയിട്ട് തിരിച്ചിങ്ങ് വരരുത്. ഇതേപോലെ 100 രൂപ കൊടുത്ത് വള്ളത്തിൽ കയറണം. വള്ളത്തിൽ കയറുമ്പോഴാണ് ഒരുപാട് നല്ല കാഴ്ചകളാകട്ടോ. ഇതേ നോക്കൂ, അകത്തോട്ട് ഇങ്ങനെ അങ്ങ് കൊണ്ടുപോകും. നമ്മളെ കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് റൗണ്ട് ചെയ്ത് കൊണ്ടുവരും. അപ്പോൾ ഇങ്ങനെയുള്ള നമുക്ക് നല്ല കാഴ്ചകളൊക്കെ കാണാം. കണ്ടോ, ഇതിൻ്റെ ഇടയിൽ ഒരുപാട് കരകളുണ്ട് കേട്ടോ. കരയിലൊക്കെ കൊക്കുകളൊക്കെ ഇരിക്കുകയും ഒക്കെ ചെയ്യുന്നു. ചൂണ്ടയിടുന്ന ആൾക്കാരുണ്ട്. ചില സ്ഥലങ്ങളിൽ വരുമ്പോൾ നല്ല ആഴമുണ്ട് കേട്ടോ. ചില സ്ഥലങ്ങളിൽ ഒട്ടും ആഴമില്ല. വള്ളം നീങ്ങി പോകാനുള്ള ആഴം പോലും ഇല്ല. നമുക്കവിടെ ഇറങ്ങി നിൽക്കാം, അതേ രീതിയിലാണ്. അത് അവർക്കറിയാം കേട്ടോ. വള്ളക്കാരന് അറിയാൻ പറ്റും. ഞാനിപ്പോൾ 2ാമത്തെ തവണയാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് വന്നപ്പോഴുണ്ടല്ലോ, ഞങ്ങൾ ഈ സാമ്പ്രാണിക്കുടിയിൽ വന്ന് അവിടെ മരത്തിൽ ആ കണ്ടൽക്കാടുകളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ നിന്ന് കുറേ സമയം നിന്നിട്ട് ഞങ്ങളങ്ങ് തിരിച്ചു പോയി. അപ്പോഴും ഈ വള്ളക്കാർ നമ്മളോട് ചോദിക്കുന്നുണ്ട് 100 രൂപ ഒരാൾക്ക് തന്നാൽ നിങ്ങളെ കുറേ ദൂരങ്ങൾ കൊണ്ട് കാണിക്കാൻ, ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്, അങ്ങനെ വരുന്നോ എന്ന് എല്ലാവരോടും ചോദിക്കുന്നുണ്ട്. ചിലർ കയറിപ്പോവും, ചിലർ 100 രൂപ ഒരാൾക്ക് കൊടുക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് കയറത്തില്ല. ഞങ്ങൾ വന്ന് അങ്ങനെ കയറിയതൊന്നുമില്ല. ഞങ്ങളിഞ്ഞ് തിരിച്ചു പോരുന്നു. ആ സാമ്പ്രാണിക്കൊടി എന്ന് പറഞ്ഞാൽ അവിടുത്തെ അതൊക്കെ കണ്ട് ഞങ്ങളിഞ്ഞ് തിരിച്ചു പോരുകയാണ് ചെയ്തത്. പക്ഷേ ഇപ്പം ഞങ്ങൾ വള്ളത്തിൽ കയറിയപ്പോഴാണ്, അത് മാത്രമല്ല നമുക്ക് ഒരുപാട് സ്ഥലത്ത് ഇവരിങ്ങനെ ചുറ്റി 1 മണിക്കൂറോളം ഇങ്ങനെ ചുറ്റി ഇവർ കാണിക്കും നമ്മളെ. പക്ഷെ വെയിലായിപ്പോയി കേട്ടോ. എന്നാലും ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. ഉച്ചയ്ക്ക് മുമ്പായിരുന്നു, നല്ല വെയിലുണ്ടായിരുന്നു. അപ്പം എന്നാലും കുഴപ്പമില്ല, നല്ല രസമായിരുന്നു. എല്ലാവരും കൂടെ ചേർന്നുള്ള ഒരു യാത്രയല്ലേ, നല്ല സന്തോഷമായിരുന്നു എല്ലാവർക്കും. പിന്നെ ചൂണ്ടയിടുന്നവർ ചോദിച്ച് ഞങ്ങൾക്ക് മീൻ വേണോ, കായലിലെ മീൻ വേണോയെന്ന് ചോദിച്ച്. അപ്പോൾ കായലിലെ മീൻ വേണ്ടുന്നവർക്ക് മേടിക്കാം. കക്ക കിട്ടും, കക്ക വാരുന്നവരെ കണ്ട്. വേണമെങ്കിൽ നമുക്ക് അവരുടെ കയ്യിൽ നിന്ന് കക്ക മേടിക്കാം, മീൻ മേടിക്കാം. കല്ലുമ്മക്കായ എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ, അതൊക്കെ കിട്ടും കേട്ടോ. അതൊക്കെ ആവശ്യമുള്ളവർക്ക് ഇവിടുന്ന് മേടിക്കാം.
വള്ളം പോകുന്നതിൻ്റെ 2 സൈഡിലും കരയുണ്ട് കേട്ടോ. ആ കൊക്ക് നടക്കുന്നുണ്ടോ, അതൊക്കെ കരയാണ്. അവിടെയൊക്കെ നമുക്ക് ഇറങ്ങാം. അതാണ് ഇവിടുത്തെ പ്രത്യേകത. കാര്യം ആഴമുള്ളത് കൊണ്ട് ആഴം ഇല്ലാത്തതും ഉണ്ട്. നമുക്ക് കാണാം ഇങ്ങനെ ആ നിരപ്പ് വള്ളം പോകുമ്പോൾ. നേരത്തെ കാട്ടിയിലും ഒരുപാട് ആൾക്കാർ ഇപ്പം ഈ ഉച്ച സമയത്തായിട്ട് പോലും കണ്ടമാനം ആൾക്കാർ ഇവിടെ വരുന്നുണ്ട്. ഒരുപാട് വള്ളക്കാർ ഇങ്ങനെ ഞങ്ങൾ പോയതുപോലെ ആൾക്കാരെ കൊണ്ടുപോയി കാണിച്ച് കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെയൊക്കെ ഒരുപാട് ആൾക്കാർ നേരത്തെക്കാട്ടിലും ആൾ കൂടുതലായിട്ട് ഇവിടെ വരുന്നുണ്ട്. ഇതൊരു പ്രകൃതിയുടെ ഒരു നല്ലൊരു സൗന്ദര്യമായത്. അതായത് ഈ കണ്ടൽക്കാടുകൾ, അതിൻ്റെ ഇടയിൽ കൂടെയുള്ള ഈ യാത്ര, പിന്നെ ഈ അതായത് ആഴമില്ലാത്ത സ്ഥലങ്ങൾ എല്ലാം ഒരു കക്ക വാരുന്ന ആൾക്കാർ, മീൻ പിടിക്കുന്ന ആൾക്കാർ, അവരെല്ലാം കണ്ടുള്ള ഇങ്ങനെ ഒരു യാത്ര ശരിക്കും ഒരു നല്ല രസമുണ്ട് കാണാൻ. അഷ്ടമുടി കായലിൻ്റെ മനോഹരമായ ഒരു ചെറിയ ഒരു ദ്വീപാണ് സാമ്പ്രാണിക്കൊടി എന്ന് പറയുന്നത്. സാമ്പ്രാണിക്കൊടിയിലെത്തുമ്പോഴുണ്ടല്ലോ ശാന്തമായ അന്തരീക്ഷം, ഉദയാസ്തമനം കാണാം, ബോട്ട് യാത്ര ചെയ്യാം, വള്ളത്തിൽ പോകാം, മത്സ്യബന്ധനം നടത്തുന്നവരെ കാണാം, ഒക്കെ ആയിട്ട് ഒരുപാട് ഭംഗിയുള്ള കാഴ്ചകൾ കാണാം.
അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങൾ കണ്ട കാഴ്ചകൾ. ഞാനൊന്നും വീഡിയോ ഒരുപാടൊന്നും വെട്ടി കുറച്ചിട്ടില്ല, ഞാൻ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. എനിക്കൊന്നും ഇതിനകത്ത് കട്ട് ചെയ്യാൻ തോന്നുന്നില്ല, അതുകൊണ്ട് എല്ലാം ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഞങ്ങൾ സാമ്പ്രാണിക്കൊടിയിൽ ഇറങ്ങിയിട്ട് വള്ളത്തിൽ നിന്ന് നമ്മൾ അവിടെ ഇറങ്ങിയിട്ട് ഇനി ബോട്ടിൽ നമ്മൾ കരയ്ക്ക് പോകും. അവിടുന്ന് തന്നെ ഞങ്ങൾ ഫുഡും കഴിച്ചു കേട്ടോ. ഉച്ചക്കലത്തെ ഊണ് സാമ്പ്രാണിക്കൊടിയിൽ നിന്നാണ് കഴിച്ചത്. അതായത് ബോട്ടിൽ നിന്ന് കരയ്ക്ക് വന്നതിന് ശേഷം മീൻകറിയും പൊരിച്ച മീനും ചീനി എല്ലാം ആയിട്ടുള്ള ഒരു നാടൻ ഊണാണ് നമ്മൾ കഴിച്ചത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കേശു ട്രാവൽസിൽ കയറി നമ്മൾ തിരിച്ച് വീട്ടിൽ പോരുന്നു. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് ലൈക്കും ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. എന്നിട്ട് അടുത്ത വിശേഷമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. ബൈ. ഒരു കാര്യം കൂടി പറയാനുണ്ട്. അപ്പം നമ്മളുടെ അടുത്ത് കിടക്കുന്നതാണ് ഈ അഷ്ടമുടി കായലിൽ സാമ്പ്രാണിക്കൊടി എന്ന് പറയുന്ന സ്ഥലം. അപ്പോൾ ഇതുവരെയും പോവാത്തവർ ഒന്ന് പോകണം. മക്കളെയൊക്കെ ആയിട്ട് വെയിലുള്ളപ്പോൾ പോകണ്ട, വെയിലില്ലാത്ത വൈകുന്നേരത്ത് രാവിലെയോ ഒക്കെ പോയിട്ട് നല്ലൊരു നേരം പോക്കാണിത് കേട്ടോ.